എല്ലാവർക്കും നമസ്കാരം. കാരണം ഞാനിത് 1-ാം തീയതി മഞ്ജു ചേച്ചി ഇനോഗ്രേഷൻ ചെയ്ത സമയം മുതൽ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് കയറാറുണ്ട്. കാരണം തിരക്കുകളുടെ ഇടയിലാണെങ്കിലും ഇടയ്ക്ക് തീർച്ചയായിട്ടും ഇത് ഒബ്സർവ് ചെയ്യാറുണ്ട്. കാരണം ഒരുപാട് നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങളാണ്. നമുക്കെന്നല്ല, ഏതൊരാൾക്കും ഒരുപാട് പ്രയോജനമുള്ള കാര്യങ്ങളാണ്. ഒരുപാട് സജഷൻസ് ആണ് നമുക്ക് ഡോക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. അതിനൊരു വലിയ താങ്ക്സ് ഉണ്ട് ഇങ്ങനൊരു വെബിനാറിന് ഇങ്ങനെ ഒരു കണ്ടക്ട് ചെയ്ത് ഈ മാസത്തിലേക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നതിൽ. പ്രത്യേകിച്ച് IREയുടെ നേതൃത്വത്തിൽ അമ്മയും അതിൽ അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചതിലും അമ്മയുടെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന രീതിയിലും എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് ഈ ഒരു ഇതിൽ പങ്കെടുക്കുമ്പോൾ. നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പിങ്ക് മന്ത് ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇങ്ങനെ ഒരു മാസം നമ്മൾ കൃത്യമായി ഇതിന്റെ അവയർനെസ്സും പലർക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ തരത്തിൽ ഒരു അവയർനെസ് കിട്ടാറില്ല. പ്രത്യേകിച്ച് ക്യാൻസർ എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രോബ്ലം അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു അടുത്തെത്തുമ്പോഴാണ് നമുക്ക് പലർക്കും അത് മനസ്സിലാവുകയോ ഒക്കെ ചെയ്യാറ്. അപ്പം ഈ തരത്തിൽ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് അവരുടെ ലൈഫ് ജേണി എന്ന് പറയുന്നത് ഒരിക്കലും സ്വന്തം ആരോഗ്യം പോലും അവരങ്ങനെ നോക്കാറില്ല എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും അവരുടെ ജോലി തിരക്കുകൾ നമുക്ക് എപ്പോഴും പറയാറില്ലേ, എപ്പോഴും ജോലിയുള്ളത് മറ്റുള്ള പുരുഷന്മാർക്കാണ്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ജോലിയില്ല, വീട്ടമ്മമാർക്ക് ജോലിയില്ല എന്നുള്ളത്. കാരണം വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ ജോലി ഉണ്ടാവുക. രാവിലെ എഴുന്നേക്കുന്ന മുതൽ കിടക്കുന്നിടം വരെയും ഏറ്റവും കൂടുതൽ ജോലി എടുക്കാറുള്ളത് വീട്ടമ്മമാരാണ്. അപ്പം കൂടുതലും കുട്ടികൾക്ക് വേണ്ടിയിട്ടും അവരുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടും ഒക്കെ ജീവിതത്തിലെ അസുഖങ്ങൾ പോലും മാറ്റി വെച്ചിട്ടാണ് പലപ്പോഴും, അസുഖങ്ങളെ കുറിച്ച് ചിന്തിക്കാതെയാണ് പലപ്പോഴും അവർ മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ തരത്തിൽ ഉള്ള ഒരു അവയർനെസ് തീർച്ചയായിട്ടും അവർക്ക്, നമ്മളുടെ അമ്മമാർക്കും നമ്മളുടെ സഹോദരിമാർക്കും ഒക്കെ ഒരു പുതിയൊരു ഒരു ബോധം ഉണ്ടാക്കി, കൂടാതെ അവരെക്കാട്ടിലും കൂടുതൽ അവരുടെ മക്കൾക്കും അല്ലെ അവരുടെ ചുറ്റുപാടുമുള്ള എല്ലാ പ്രിയപ്പെട്ട അവരുടെ ബന്ധുക്കൾക്കാണ്, അവരുടെ കൂടെയുള്ളവർക്കാണ് ഇതിന്റെ ഒരു അവയർനെസ് നമ്മൾ കൂടുതലും പറയുന്നത്. കാരണം അവരാണ് അവരെ ഫോഴ്സ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടെത്തിക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ ഒരു വെബിനാറിലൂടെ നമുക്ക് ഒരാൾക്കോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്കോ അതിനൊരു ബോധ്യത്തോടെ അവർക്ക് ഇതിന്റെ ടെസ്റ്റുകളും അല്ലെങ്കിൽ ഈ തരത്തിൽ അവർക്ക് ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് ഗുണം ചെയ്താൽ അത് ഈ വെബിനാറിന്റെ ഏറ്റവും വലിയൊരു പുണ്യം തന്നെ ആയിരിക്കും. കാരണം തീർച്ചയായിട്ടും ഒരുപാട് ഡോക്ടേഴ്സാണ്. കാരണം ഞാൻ ഫസ്റ്റ് മഞ്ജു ചേച്ചി ഇനോഗ്രേറ്റ് ചെയ്ത 1-ാം തീയതി പ്രോഗ്രാമിൽ കണ്ടപ്പോൾ ഒരുപാട് പേര് പല കാര്യങ്ങൾ നമുക്ക് അറിവില്ലാത്ത പല കാര്യങ്ങളെ കുറിച്ചും കൃത്യമായി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പം ഇത് ഒരുപാട് പേർ ഈ വെബിനാറിൽ കാണുന്നുണ്ട്. കാരണം പലപ്പോഴും പലരും ജോയിൻ ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് മലയാളം മൂവി അസോസിയേഷൻ അമ്മ ഇതിൽ ശരിക്കും ഒരു ഭാഗമായി, ഇതിന്റെ കൂടെ IREയുടെ കൂടെ ഒരു ഭാഗമായി തീർന്നു. അത് ഈ വളരെ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള ഒരു കമ്മിറ്റിയാണ് ഇപ്പം അമ്മയിലുള്ളത്. സോ അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു വനിതാ പ്രാതിനിധ്യം കൂടുതലാണ്. അപ്പം ആ തരത്തിലുള്ള ഒരു സമയം തന്നെ ഈ ഒരു വെബിനാറിലൂടെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു അവബോധത്തിന് വേണ്ടി നമുക്ക് നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇത് തീർച്ചയായിട്ടും ഇനി ഒരുപാട് ഡോക്ടേഴ്സ് ഒക്കെ ഇതിൽ സംസാരിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇന്നും എല്ലാ ദിവസവും 1 മണിക്കൂർ 7 തൊട്ട് 8 വരെ നമ്മൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർ, എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള സഹപ്രവർത്തകരായിട്ടുള്ളവരൊക്കെ ഓരോ ദിവസങ്ങളിൽ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നും അങ്ങനെ ഒരു പുതിയ കുറെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനും സംശയ നിവാരണത്തിനും ഒക്കെ ഈ ഒരു വെബിനാർ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ ഇവിടെ ഈ ഒരു ദിവസം എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിലും ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ വെബിനാർ ഞാൻ കേൾക്കും. ഇപ്പൊ ഞാനൊരു ട്രാവലിലായിരുന്നു, പക്ഷെ എങ്കിലും ഇതൊരു വോയിസ് പോലെ എനിക്ക് കേൾക്കാൻ സാധിക്കും. ഞാൻ ഇത് ഉറപ്പായിട്ടും ഇത് ഫോളോ ചെയ്യാവുന്ന ഒരാൾ തന്നെയാണ്. പിന്നെന്താ, നമ്മുടെ വീട്ടിലായാലും ഇപ്പം അമ്മയും എന്റെ ഭാര്യയും ഒക്കെ ഈ ഫിലിം ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ അവരുടെയും ജീവിത ശൈലികളിൽ എപ്പോഴും ഈ ഒരു വെബിനാറിലുള്ള പല കാര്യങ്ങളും ഞാൻ അവരോടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. കാരണം നമ്മളുടെ ലൈഫിൽ നമ്മളിങ്ങനെ എല്ലാം മറന്ന് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യം മറന്ന് നമ്മൾ ജീവിക്കരുത്. നമുക്ക് എപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ആ ഏജുകളിൽ കൃത്യമായിട്ടുള്ള ചെക്കപ്പുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യണം എന്ന് ഈ ഒരു ക്യാമ്പയിനിലൂടെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ എന്താ പറയാ, നമ്മൾ വളരെ ഗൗരവകരമായി എനിക്ക് അവരോട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം അവരെയൊക്കെ ഞാനിത് ഈ വെബിനാർ കേൾപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ഭാഗമാകും. ഇനി ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഡോക്ടേഴ്സിന് കേൾക്കാൻ ഞാനും ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം എന്നെ ഇവിടെ ക്ഷണിച്ചതിലും. ഇന്നത്തെ ദിവസം ഒരു ഔപചാരികതയുടെ പേരിൽ തീർച്ചയായിട്ടും ഞാനൊരു തുടക്കം കുറിക്കുന്ന പോലെ സംസാരിക്കും. താങ്ക് യു.